പയ്യന്നൂർ എങ്ങനെയുണ്ട്? കുഞ്ഞികൃഷ്ണൻ പച്ച തൊടുവോ? ബുദ്ധിമുട്ടാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ് അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ. അതുപോലെ കല്യാശ്ശേരി. പിന്നെ ഒരു നല്ലൊരു പിന്നെ മത്സരം പറയാവുന്നത് പേരാവൂരാണ്. ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ പോയി മത്സരിക്കും. പക്ഷെ അവിടെയും കുടിയേറ്റ മേഖലയാണ്. സണ്ണി ജോസഫ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ പയ്യന്നൂർ ടി എ മധുസൂദൻ ഭൂരിപക്ഷം നല്ല 49,000 ഭൂരിപക്ഷം കണക്കാക്കണ്ട. എന്നാൽ പോലും ആത്യന്തികമായിട്ട് CPM സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. പക്ഷേ CPM-ലെ വിമതന്മാർ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വിമതശല്യം, റാങ്ക് ആൻഡ് ഫയലിൽ നിന്നുള്ള വിമതശല്യം ഉണ്ടാകുന്നത്. അത് CPM-ന് പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്ത്, ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കാം, കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അത് ഒരു സൈലന്റ് ആയ വോട്ടർമാരെ സ്വാധീനിക്കത്തില്ല. അല്ല, സൈലൻ്റായിട്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ അട്ടിമറിക്കാൻ അവരുടെ സാധ്യതകളില്ല, പര്യാപ്തമല്ല. അതെന്തുകൊണ്ട് ഇവർ കുഞ്ഞികൃഷ്ണനൊക്കെ പ്രചരണ രംഗത്തില്ലാത്ത കാര്യമായിട്ട്? അല്ല, അതുകൊണ്ടല്ല. മൊത്തത്തിൽ UDF-നോട് ചേർന്നുകൊണ്ടും പിന്നെ UDF-ന്റെ സംവിധാനം വളരെ ദുർബലമാണ്. UDF-ന് ചേർന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണോ ഇവർക്ക്? അത് ശരിയായ ഒരു കാര്യവുമല്ല. ഇവർ കോൺഗ്രസിൻ്റെ പാതയ്ക്ക് പോകുമ്പോൾ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി പോയില്ലേ. അങ്ങനെ സാധ്യത. കണ്ണൂർ ജില്ലയിൽ ശരിക്കും ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂർ ടൗൺ. അവിടെ അതൊരു പൊതുവെ ഒരു കോൺഗ്രസിൻ്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അവിടെ സുധാകരൻ മത്സരിച്ചെങ്കിൽ അതേ ജയിച്ചാണ്. പഴയ മേയർ മോഹനം മത്സരിക്കും. കണ്ണൂർ കടന്നപ്പള്ളി ഏറെ നാളുകൊണ്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ടി ഒ മോഹൻ പഴയ മേയറാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷേ സുധാകരൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷേ കണ്ണൂർ ടൗൺ ഒരു UDF മണ്ഡലമാണ്. മുസ്ലിം നല്ലപോലെ വോട്ടർമാർ. മുനിസിപ്പാലിറ്റി ഒക്കെ UDF ആണ് കൂടുതൽ മത്സരിച്ചിട്ടുള്ളത്. കോർപ്പറേഷനിലാണ്. പക്ഷേ അതുകൊണ്ട് മണ്ഡലത്തിൽ അത് റിഫ്ലക്ട് ചെയ്യത്തില്ല. ആ മണ്ഡലത്തിൽ ഏറെക്കുറെ കോർപ്പറേഷൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഉള്ളത്. അഴീക്കോട് എന്തായിരുന്നു? അഴീക്കോട് നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ലീഗും മറ്റേ സുമേഷ് എന്ന് പറഞ്ഞ സുമേഷാണ് കഴിഞ്ഞ അവിടെ ജയിച്ചത്. സുമേഷിന് നല്ല 6141 ഭൂരിപക്ഷം ഉള്ളൂ. ഷാജിയായിട്ടായിരുന്നു. പക്ഷേ സുമേഷ് ജയിക്കാനുള്ള സാധ്യതയാണുള്ളത് അല്ലേ? സുമേഷാണ് ഇപ്പോൾ ഒരു എഡ്ജ് കാണുന്നത്. ധർമ്മടം പിന്നെ പറയണ്ടല്ലോ. EC വാക്കർ തലശ്ശേരിയും പിന്നെ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. 36,000-34,000 അത്തരത്തിൽ വോട്ടെടുത്ത്. ശൈലജ മത്സരിക്കുന്നത് പേരാവൂരല്ല. അല്ല, പക്ഷെ പേരാവൂരാണ്. അല്ല, കൂത്തുപറമ്പിൽ പ്രവീൺ മറ്റേ ശൈല ടീച്ചർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടിയിരുന്ന സ്ഥലം. അതെ, നമ്മുടെ PR കുറുപ്പിന്റെ മോഹൻ മോഹൻ ഇത്തവണ ഇല്ല. അതിന് പകരം പേരാവൂര് മോഹന് 9,541 വോട്ട്. കൂത്തുപറമ്പ് ഇപ്പൊ പഴയ കൂത്തുപറമ്പല്ലേ, മാർജിനിലാണ്. പഴയ പെരിങ്ങളമാണ് ഇപ്പോഴത്തെ കൂത്തുപറമ്പ്. മട്ടന്നൂർ നോക്കണ്ട അല്ലേ? മട്ടന്നൂർ കല്യാശ്ശേരി ഒന്നും PK സനോജ്. പേരാവൂർ എങ്ങനെ വരും? പേരാവൂര് നല്ല മത്സരം നടക്കും. പക്ഷെ എന്നാലും സണ്ണി ജോസഫ് ജയിക്കാണ് സാധ്യത. ശൈലജ ടീച്ചറിനെ അത് കൊണ്ട് ഇനിയിപ്പോ ബലിയാടായിട്ട് ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർക്കാം. എന്താണ് ശൈലജ ടീച്ചർക്ക് സംഭവിച്ചത്? അതോ CPM ശൈലജ ടീച്ചറെ ഒതുക്കിയതാണോ? അല്ല, രണ്ടും ഉണ്ട്. ശൈലജ ടീച്ചർ അത് ഹൈപ്പായിരുന്നു ഒരു വലിയ അളവ് വരെ. അത്രയ്ക്ക് കഴിവുള്ള ആളല്ല. അല്ല. സത്യത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ ശരിക്കും ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ നടത്തിയത് ശ്രീമതി ടീച്ചറുടെ സമയത്താണ്. പക്ഷേ അവർ ഒരു കോമഡി കഥാപാത്രമായിട്ട് പൊതുവെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ കാലത്ത് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്തത് ശൈലജ ടീച്ചറുടെ സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണഫലം അന്നാണ് കാണപ്പെട്ടത്. അതിനുപരിയായിട്ട് പിന്നെ നിപ്പ കൊറോണയൊക്കെ വന്നപ്പോൾ ആ സമയത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇവരൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ. അവരുടെ ഒരു മറ്റുമരിയും ഗൗരവം എല്ലാം കൂടി അതിന് പറ്റിയതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ്. അതല്ലാതെ അവർക്ക് വലിയ ജനപിന്തുണയോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഒരുപാട് കൊല്ലം പ്രവർത്തിച്ച പരിചയമൊന്നുമില്ല. അങ്ങനെ കിട്ടിയതല്ല. അതൊരു കാര്യം. രണ്ടാമത് ഇവർക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കാരണഭൂതന് കലിപ്പായി. അപ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ട് അവരുടെ പക്ഷെ ആദ്യം ഞാൻ അറിഞ്ഞത് ശൈലജ ആദ്യം മന്ത്രിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വിജയേട്ടാന്നല്ലേ വിളിച്ചത്. ഇവരും വിജയേട്ടാന്ന് വിളിച്ചോ. ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വിജയേട്ടാന്ന് വിളിച്ചോ പറഞ്ഞു ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിലക്കിയെന്നാണ്. അപ്പോൾ അന്ന് മുതലേ പുള്ളിക്കൊരു കലിപ്പടിച്ചു തുടങ്ങി. അല്ല, പുള്ളി അങ്ങനെ ആരും വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലോ. പുള്ളി എന്ത് വിളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം? പുള്ളി അദ്ദേഹത്തിന് ഇഷ്ടം ചീഫ് മിനിസ്റ്റർ, CM ആയിരിക്കാം, ക്യാപ്റ്റൻ. അത് സിന്ധു കിട്ടല്ലേ?